ഞാൻ വീണ്ടും ഒരു ക്രിസ്മസ് കാലം ഇങ്ങെത്തിയല്ലേ. ഒരു ക്രിസ്മസ് ട്രീ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ ഒരു ക്രിസ്മസ് ട്രീ ആണിത്. ഇത് ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ എനിക്ക് ഇഷ്ടമാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് വരെ കണ്ടു നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തത് ഒരു ചെടിച്ചട്ടിയാണ്. അത് കമഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ 4 ചുറ്റും മുള വെച്ച് നല്ല കെട്ടുകമ്പി വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുത്തു. ശേഷം ഞാൻ എടുത്തത് ഒരു പേപ്പറാണ്. എൻ്റെ കയ്യിൽ ഈ ടൈപ്പ് പേപ്പറായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായത്. നിങ്ങളുടെ കയ്യിൽ ഇനി ന്യൂസ് പേപ്പറാണ് ഉള്ളതെങ്കിൽ ഒരു കുഴപ്പമില്ല, ന്യൂസ് പേപ്പറാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഫോൾഡ് ചെയ്തിട്ട് അതിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഗം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കോൺ ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ് വേണ്ടത്. കോൺ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുമ്പിൾ കുത്തുന്ന രീതിയില്ലേ, കുമ്പിൾ കുത്തുന്ന പോലെ ആക്കണം. ഇത് എന്തിനാണ് ഇങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ക്രിസ്മസ് ട്രീൻ്റെ ഹെഡ് എൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ ഹാർട്ട് ഓഫ് ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ പോർഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. കാരണം നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് അതിൻ്റെ ഷേപ്പ് ഇടുന്നത് ഈ ഒരു കോൺ ഷേപ്പുള്ള ഈ കട്ടിംഗ് ആണ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊരു പേപ്പർ എടുത്തിട്ട്, ഒരു പേപ്പറല്ല കേട്ടോ, കുറച്ചധികം പേപ്പർ വേണം. ഇങ്ങനെ പേപ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ബോഡി മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചുറ്റി റാപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടുന്നത്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗം എടുത്തിട്ട്, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഗം എന്ന് പറയുന്നത് ഈ മരത്തിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ ടൈപ്പിലുള്ളതാണ്. നിങ്ങൾക്ക് ഏതാണോ അവൈലബിളും കൺവീനിയൻറ്റും ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് പറ്റിയ ടൈപ്പിലുള്ള ഗം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പർ ആണെങ്കിൽ അത് ഇതുപോലെ ചുറ്റും റാപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ഈ ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പ് കിട്ടും. ഇതിൻ്റെ സ്റ്റമ്മും ഹെഡ് എൻഡും ഒക്കെ ആയിട്ട് നമുക്ക് ലാസ്റ്റിൽ പറയുവാണെങ്കിൽ ഒരു റോക്കറ്റ് ഷേപ്പ് എന്ന് തന്നെ പറയാം. ഒരു റോക്കറ്റ് ഷേപ്പിലുള്ള ഒരു എന്താ പറയുക, ഒരു ബോഡി കിട്ടും. ഇങ്ങനെ റോക്കറ്റ് ഷേപ്പ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ മേജർ ടേണിംഗ് പോയിന്റിൽ എത്തുന്നത്. ഈ റോക്കറ്റ് ഷേപ്പിലായ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീക്ക് ചുറ്റും ഒരു ഗ്രീൻ കളറിലുള്ള, ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും, ഒരു പൂമാല പോലത്തെ ഒരു ഗ്രീൻ കളറിലുള്ള, ഈ നമ്മുടെ ചൈന ഗ്രാസ് അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണിത്. ഇത് നമുക്കിവിടെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ SM സ്ട്രീറ്റിൽ നിന്നാണ്, കോഴിക്കോടുള്ള SM സ്ട്രീറ്റിൽ നിന്ന്. ഇതിന് 40 രൂപയൊക്കെ വിലയുള്ളൂ. അപ്പം നിങ്ങളത് പോയിട്ട് അവിടെ പോയാൽ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും, വാങ്ങിക്കുക. എന്നിട്ട് ഈ ബോഡി മൊത്തം നമ്മൾ ഗമ്മ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മൾ ഈ വെക്കുന്ന ഈ പൂമാല അതിൽ ഒട്ടി നിൽക്കുള്ളൂ. നമ്മളിത് ചുറ്റിയതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇതവിടെ ഒട്ടി പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ. ഇത് പിന്നെ ഡ്രൈ ആവാൻ വലിയ നേരമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ അതവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും. അപ്പം നമ്മൾ ഈ പൂമാല ചുറ്റിയതിന് ശേഷമുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പോഴേക്കും തന്നെ ഏകദേശം ഒരു ക്രിസ്മസ് ട്രീ ആയി കഴിയും. പിന്നെ നമ്മൾ ഹെഡ് എൻഡ് ഉണ്ടാക്കിയില്ല, കോൺ ഷേപ്പ് ഉണ്ടാക്കി വെച്ചത് തന്നെ നമ്മൾ ഈ സ്റ്റാർ കുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റാർ എടുത്തു, അതിൻ്റെ ഹെഡ് എൻഡിൽ കുത്തി കൊടുത്തു. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് ഫാദറിനെ വെച്ച് കൊടുക്കുകയായിരുന്നു. അതിന് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഇത് വുഡും പിന്നെ ബോഡിയൊന്നും അത്ര വലിയ എന്താ പറയുക തിക്നെസ് ഇല്ലാത്തതും ആയതുകൊണ്ട് എനിക്കിത് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ മുട്ടുസൂചി എടുത്ത് ബെൻഡൊക്കെ ചെയ്ത് ഞാനൊരു രീതിയിൽ കുറേ പിന്നെ ഇതുപോലത്തെ ക്രിസ്മസ് ഗിഫ്റ്റുകൾ, ഇതും ഒരു പാക്കറ്റ് ഞാൻ SM സ്ട്രീറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ച് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്ക് മാറി. എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നല്ലോ, അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഇതിൻ്റെ ഷേപ്പിംഗ് ഇങ്ങനെ മാറി വന്നപ്പം സൂപ്പറായിരുന്നു. ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വന്നു കഴിഞ്ഞപ്പോഴുള്ള ലുക്ക് ഇങ്ങനെയായിരുന്നു. ഞാൻ തന്നെ വണ്ടറടിച്ചു പോയി, ദൈവമേ ഇതിങ്ങനെയായി കിട്ടിയോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലുള്ളൊരു ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ
ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ LED ലൈറ്റ് എടുത്തിട്ട് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീക്ക് ചുറ്റും കവർ ചെയ്ത് കൊടുത്തു. അപ്പം തന്നെ അതൊരു വേറെ തന്നെ ഒരു വൈബായി മാറി കേട്ടോ. സൂപ്പറായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നേരിട്ട് കാണാനാണ് കുറച്ചും കൂടെ സൂപ്പർ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.